ഇതുപോലൊരു സംഭവം ലോകത്ത് എങ്ങും കാണില്ല. ദൈവവചനത്തോടുള്ള ആഴമായ സ്നേഹവും വിശ്വാസികളുടെ കൂട്ടായ്മയും സാക്ഷ്യപ്പെടുത്തിയപ്പോൾ രൂപപ്പെട്ടത് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ്. തൃശൂർ വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലെ 400-ലേറെ ഇടവകാംഗങ്ങൾ സ്വന്തം കൈപ്പടയിൽ ബൈബിൾ തയ്യാറാക്കിയത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ തൃശൂർ അതിരൂപത മെത്രാപ്പോലിത്ത മാർ ആൻഡ്രൂസ് താഴത്തിന് ബൈബിൾ പകർപ്പുകൾ സമർപ്പിച്ചു. സമർപ്പണ ചടങ്ങുകൾക്ക് ശേഷം മാർ താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടന്നു. പള്ളിക്കുന്ന് ഇടവകയില് ഇന്ന് വചനത്തിന്റെ തിരുനാളാണ്. ഏകദേശം ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉറപ്പാണോ എന്ന് എനിക്ക് അറിയില്ല. ഒരിടവകയില് ഇത്രയും പേര് 400ഓളം പേര് വചനം പകർത്തി എഴുതി. പുതിയ നിയമവും പിന്നെ ബൈബിൾ 72 പുസ്തകങ്ങൾ മുഴുവനായി പകർത്തി എഴുതിയ ഏകദേശം 400ഓളം പേര് കൂടിയായി. അതുകൊണ്ടാണ് ഇന്ന് വചനത്തിന്റെ തിരുനാൾ കൂടിയായി നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ തിരുനാൾ കൂടിയായി നമ്മൾ ആഘോഷിക്കുന്നു. ഈ അതുല്യമായ ആത്മീയ പദ്ധതിക്ക് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് പുരസ്കാരം ലഭിച്ചു. ചടങ്ങിൽ ബൈബിൾ പകർത്തി എഴുതിയ മുഴുവൻ അംഗങ്ങൾക്കുമുള്ള ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. Here today, 31st of May 2026, we have seen and verified over 300 handwritten copies of the Holy Bible, New Testament, in 3 languages, Malayalam, English and Hindi, produced by members of Our Lady of Assumption Parish in Varantharappalli, Pallikunnu. Therefore, here comes the declaration, Pratyapanamana. Now, as the official adjudicator from Best of India Records, I am pleased to announce that Our Lady of Assumption Church, Varantharappalli, Pallikunnu, a parish of over 1,300 families in the Syro Malabar Catholic Archdiocese of Thrissur, Kerala, India, has today set a new world record by producing 300 handwritten copies of the Holy Bible, New Testament, Catholic edition, becoming the first parish in the world to achieve it. Congratulations. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ജർമ്മൻ, ഇറ്റാലിയൻ, ഫ്രഞ്ച് എന്നിങ്ങനെ 6 വ്യത്യസ്ത ഭാഷകളിൽ ബൈബിൾ വിജയകരമായി പകർത്തിയെഴുതി ഈ ലോക റെക്കോർഡ് നേട്ടത്തിൽ പങ്കാളിയായ പള്ളിക്കുന്ന് ഇടവകാംഗം റോസി ചാക്കുണ്ണി പറവക്കാരന് ചടങ്ങിൽ പ്രത്യേക സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് ആദരിച്ചു. ഇടവക വികാരി ഫാദർ ആൻഡോ ചെറിയൻകണ്ടത്ത്, അസിസ്റ്റന്റ് വികാരി ഫാദർ ജിസ്മോൻ ചെമ്മണ്ണൂർ, മദർ സുപ്പീരിയർ സിസ്റ്റർ ജസ്മിൻ കുര്യൻ MSMI, കൈകാരന്മാർ, ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതി ഭാരവാഹികൾ എന്നിവർ ഈ ആത്മീയ മുന്നേറ്റത്തിന് നേതൃത്വം നൽകി. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന ചടങ്ങ് ഇടവകയുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറി.